ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഏതൊരു മത്സര പരീക്ഷ എടുത്താലും PSC പരീക്ഷ എടുത്താലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ കട്ടായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ. അതിന്റെ ഭാഗം 1 ഡിസ്കസ് ചെയ്യുന്നു. ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റിനനുസരിച്ചിട്ട് നമ്മുടെ ക്ലാസ് കുറച്ചും കൂടി വിപുലമാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ സിലബസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യയെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തിൽ ഉള്ള ഒരു രാജ്യമാണ് അല്ലെ. ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ വിസ്തീർണമാണ് ആദ്യം നമ്മൾ പഠിക്കാനുള്ളത്. ലോകത്തിലുള്ള മൊത്തം വിസ്തീർണത്തില് എത്രയാണ്? 32, 87, 263 ചതുരശ്ര കിലോമീറ്റർ. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. അതായത് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ആ ഒരു നമ്പർ പഠിച്ചു വെക്കുക. 32, 87, 263. 32, 87, 263 ചതുരശ്ര കിലോമീറ്റർ. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7ാം സ്ഥാനമാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ, അല്ലാത്ത ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. അത് ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കും, താഴെ തന്നിരിക്കുന്ന രാജ്യങ്ങളിൽ വലിപ്പക്രമത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ രാജ്യങ്ങളുടെ പേര് തരും. ആ തരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെക്കാളും വലിപ്പം കൂടിയ രാജ്യങ്ങളായിരിക്കും. മൊത്തം 7ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പൊ ബാക്കിയുള്ള 6 രാജ്യങ്ങൾ, ഇന്ത്യക്ക് മുന്നിലുള്ള 6 രാജ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇന്ത്യയെക്കാളും വലിപ്പം കൂടിയ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ളത് ഏതിനാണ്? അത് റഷ്യക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പം ഏതിനാണ്? റഷ്യക്കാണ്. 2ാം സ്ഥാനം കാനഡയ്ക്കാണ്. 3ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. 4ാം സ്ഥാനം ചൈനയ്ക്ക്. 5ാം സ്ഥാനം ബ്രസീലിന്. 6ാം സ്ഥാനമാണ് ഓസ്ട്രേലിയക്കുള്ളത്. അപ്പോൾ റഷ്യ, കാനഡ, അമേരിക്ക, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ. ഏതൊക്കെയാണ്? റഷ്യയാണ് ഏറ്റവും വലിപ്പം കൂടിയ രാജ്യം. റഷ്യ കഴിഞ്ഞാൽ അടുത്തത് കാനഡ. കാനഡയ്ക്ക് അടുത്ത് കിടക്കുന്ന അമേരിക്കയാണ് 3ാം സ്ഥാനം. ചൈനയ്ക്ക് 4ാം സ്ഥാനം. 5ാം സ്ഥാനം ബ്രസീലിന്. 6ാം സ്ഥാനം ഓസ്ട്രേലിയക്ക്. ഇത് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാം. എന്തെങ്കിലും കോഡ് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം. റഷ്യ, കാനഡ, അമേരിക്ക, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ. 7ാം സ്ഥാനം ഇന്ത്യക്ക്. ഇനി നമ്മൾ ഈ ഏരിയ എടുക്കുകയാണെങ്കിൽ അത് ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് 2.4%. മൊത്തം ലോക വിസ്തൃതി എടുക്കുമ്പോൾ ഇന്ത്യയുടെ വിസ്തൃതി എത്ര ശതമാനമാണ്? 2.4%. അതെന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഇത് ഇത്രയും പോയിന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് പോവാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അക്ഷാംശീയ സ്ഥാനവും രേഖാംശീയ സ്ഥാനവുമാണ്. അതായത് ഭൂമിയുടെ ഏത് അക്ഷാംശീയ സ്ഥാനത്താണ്, ഏത് രേഖാംശീയ സ്ഥാനത്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അക്ഷാംശീയ സ്ഥാനം നോക്കാം. അക്ഷാംശീയ സ്ഥാനം പറയുകയാണെങ്കിൽ വടക്കൻ അക്ഷാംശത്തിലാണ്. ഏതിലാണ്? വടക്കൻ അക്ഷാംശത്തില് 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും മധ്യയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം എത്രയാണ്? വടക്കൻ അക്ഷാംശത്തില് 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും 8 ഡിഗ്രി 4 മിനിറ്റ് 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയ്ക്കാണ്. ഓക്കെ, അടുത്തത് രേഖാംശീയ സ്ഥാനമാണ്. രേഖാംശീയ സ്ഥാനം പറയുമ്പോൾ കിഴക്കൻ രേഖാംശമാണ്. മറ്റേത് വടക്കൻ അക്ഷാംശമാണെങ്കിൽ രേഖാംശീയ സ്ഥാനം പറയുമ്പോൾ അത് കിഴക്കൻ രേഖാംശമാണ്. അത് 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും മധ്യയാണ് രേഖാംശീയ സ്ഥാനം വരുന്നത്.
അപ്പൊ രേഖാംശീയ സ്ഥാനം എത്രയാണ്? കിഴക്കൻ രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും മധ്യയാണ്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അക്ഷാംശീയ വ്യാപ്തി എത്ര? ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എത്ര? അത് ഏതാണ്ട് 30 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തി എത്ര? അതും ഏതാണ്ട് 30 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് ഈ അക്ഷാംശീയ സ്ഥാനങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അത് എത്ര? അത് ഏകദേശം എത്രയാണ്? 30 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തിയും 30 ഡിഗ്രിയാണ്. അക്ഷാംശീയ സ്ഥാനം വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും മധ്യയാണ്. കിഴക്കൻ രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും മധ്യയാണ്. ഇത് തമ്മിലുള്ള വ്യാപ്തി അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാവോ? ഈ 8 ഡിഗ്രി 4 മിനിറ്റും 37 ഡിഗ്രി 6 മിനിറ്റുമാണ് അല്ലേ അക്ഷാംശീയ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ 37ന്ന് 8 കുറയ്ക്കുമ്പോൾ ഏകദേശം ഇത് തമ്മിൽ എത്ര ഡിഗ്രി വരും വ്യത്യാസം? 30 ഡിഗ്രി വ്യത്യാസം വരും. അതാണ് അക്ഷാംശീയ വ്യാപ്തി. ഇതാണെങ്കിലും അങ്ങനെയാണ്. 68 ഡിഗ്രി 97 ഡിഗ്രി അവിടെയും വ്യത്യാസം ഏകദേശം 30 റേഞ്ചാണ്. അപ്പം ഏതാണ്ട് 30 ഡിഗ്രിയാണ്. ഇനി ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം നമുക്കറിയാം. നമ്മളെ ഭൂമിയെ 2 ഗോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. ഇന്ത്യ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം പൂർണ്ണമായിട്ടും ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഭൂമിശാസ്ത്രപരമായിട്ട് ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്ക് വിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്റർ. അതായത് ലോക ഭൂവിസ്തൃതിയുടെ 2.4%. ഇന്ത്യയുടെ സ്ഥാനം വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ റഷ്യ, കാനഡ, അമേരിക്ക, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ. അക്ഷാംശീയ സ്ഥാനം പറയുകയാണെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് 37 ഡിഗ്രി 6 മിനിറ്റ് അതിനിടയ്ക്ക്. ഇത് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഏകദേശം 30 ഡിഗ്രിയാണ്. രേഖാംശീയ സ്ഥാനം കിഴക്കൻ രേഖാംശ 68 ഡിഗ്രി 7 മിനിറ്റ് 97 ഡിഗ്രി 25 മിനിറ്റ് ഇതിനിടയ്ക്കുള്ള അതാണ്. ഇത് തമ്മിലുള്ള വ്യാപ്തിയും 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അടുത്തത്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഏത്? നമുക്കറിയാം ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തരാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഏതാണ്? ഉത്തരായന രേഖ. ഉത്തരായന രേഖ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ കടന്നു പോകുന്നത്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആ 8 സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്, അല്ലെങ്കിൽ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ 8 ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെന്ന് അറിഞ്ഞിരിക്കണം. അത് നിങ്ങളൊരു ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോയിക്കോ. ആദ്യമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗുജറാത്ത്. ഏതാണ്? ഗുജറാത്ത്. പടിഞ്ഞാറാണ് ഗുജറാത്ത് ഉള്ളത് അല്ലെ. ഗുജറാത്തിൽ നിന്ന് നേരെ രാജസ്ഥാൻ. രാജസ്ഥാനിൽ നിന്ന് എവിടെ പോകുന്നറിയാവോ? മധ്യപ്രദേശ്. പിന്നെ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ അടുത്ത് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്, ത്രിപുര, മിസോറാം. ഇങ്ങനെ റൂട്ട് പിടിച്ചു പോകുന്ന ഒരു രേഖയാണ് ഏത്? ഉത്തരായന രേഖ. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്. ഓർഡർ ഒന്ന് ആലോചിച്ച് പഠിച്ചോ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഏതാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്, ത്രിപുര, മിസോറാം. ത്രിപുര, മിസോറാം. ഒന്നും കൂടെ പറയാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇങ്ങനെ 8 സംസ്ഥാനത്തിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അല്ലെ, ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കാം. നമുക്കറിയാം ഇന്ത്യയുടെ എങ്ങനെ ഇരിക്കുമെന്ന്. അതിർത്തി പ്രദേശത്തിന്റെ നീളം എത്രയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ചുറ്റും ഇരിക്കുന്ന നീളം ഇത് എത്രയാണ്? 15,200 കിലോമീറ്റർ ആണ്. അതിർത്തി പ്രദേശത്തിന്റെ നീളം 15,200 കിലോമീറ്റർ ആണ്.
പക്ഷേ ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൂരം, അതായത് ഈ ദൂരം, വടക്ക് തെക്ക് ദൂരം 3214 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് ദൂരം, ഈ ദൂരം, കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്ററുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിർത്തി പ്രദേശത്തിന്റെ നീളം 15200 കിലോമീറ്റർ. വടക്ക് തെക്ക് നീളം 3214 കിലോമീറ്റർ. കിഴക്കു പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് അറിയാതെ എങ്കിലും നമ്മുടെ തലയിൽ കയറുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ അതിർത്തി പ്രദേശത്തിന്റെ നീളം 15200 കിലോമീറ്റർ, വടക്ക് തെക്ക് നീളം 3214 കിലോമീറ്റർ, കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഓക്കെ, ഇനി ബാക്കി ഭാഗം പറയുന്നതിന് മുന്നേ LGS പഠിക്കുന്നവരാണ്, LDC പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ SCRT ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കംപ്ലീറ്റ് SCRT പോർഷൻസും കവർ ചെയ്യുന്ന കോഴ്സാണ്. താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് എടുക്കാവുന്നതാണ്. SCRT ഇതുവരെ പഠിച്ചില്ല എന്നൊക്കെയുള്ള ടെൻഷനുള്ള ആൾക്കാർക്ക് ഈ ഒരു ടെൻഷൻ അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് 1 മാസം കൊണ്ട് LGS പഠിക്കാം. 10-75 ദിവസം കൊണ്ട് LDCയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഭാഗത്തുള്ള ഇന്ത്യയുടെ അതിർത്തിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം, ഇന്ത്യയുടെ വടക്ക്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. ഇത് നോർത്താണ് അല്ലേ, ഇത് നോർത്ത്. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് ഹിമാചൽ പ്രദേശാണ്. ഇത്രയും നാളും ജമ്മു കാശ്മീർ ആയിരുന്നു. അപ്പൊ ജമ്മു കാശ്മീർ എന്തായി? നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായി. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം നിലവിൽ ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. വടക്കേ അറ്റത്തുള്ളത് ഹിമാചൽ പ്രദേശ്, തെക്കേ അറ്റത്തുള്ളത് തമിഴ്നാടാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ളത്, ഈ ഭാഗത്തുള്ളത് അരുണാചൽ പ്രദേശാണ്, അരുണാചൽ പ്രദേശ്. എന്നാൽ പടിഞ്ഞാറേ അറ്റത്തുള്ളത് ഗുജറാത്താണ്. പടിഞ്ഞാറേ അറ്റത്തുള്ളത് ഏതാണ്? ഗുജറാത്താണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഒന്ന് ഹിമാചൽ പ്രദേശാണ്, തെക്കേ അറ്റത്തുള്ളത് തമിഴ്നാട്, വടക്കേ അറ്റത്തുള്ളത് ഹിമാചൽ പ്രദേശ്, കിഴക്കേ അറ്റത്തുള്ളത് അരുണാചൽ പ്രദേശാണ്. ഇനി പടിഞ്ഞാറേ അറ്റത്തുള്ളത് ഗുജറാത്താണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇന്ത്യക്ക് കരയതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യക്ക് കരയതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? മൊത്തം 7 രാജ്യങ്ങളാണ് കരയതിർത്തി പങ്കിടുന്നത്. ഇന്ത്യക്ക് കരയതിർത്തിയുള്ള 7 രാജ്യങ്ങൾ ഏതെന്ന് ചോദിക്കും. ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഏതൊക്കെയാണ്? ഇന്ത്യക്ക് കരയതിർത്തിയുള്ള മൊത്തം എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇനി ഈ രാജ്യങ്ങൾ വെച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ്, നമുക്ക് കണ്ണു അടച്ച് പറയാം, ലോകത്തിൽ 4ാം സ്ഥാനത്തുള്ള, വലിപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള ചൈനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യക്ക് ഏറ്റവും അധികം കരയതിർത്തിയുള്ള രാജ്യം ഏതാണ്? അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യക്ക് ഏറ്റവും അധികം കരയതിർത്തി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് കരയതിർത്തി ഉള്ളത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്, ഇന്ത്യക്ക് ഏറ്റവും അധികം കരയതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്, ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് കരയതിർത്തിയുള്ള രാജ്യം ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. പാക് കടലിടുക്ക് വേർതിരിക്കുന്ന അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. പാക് കടലിടുക്ക് വേർതിരിക്കുന്ന അയൽ രാജ്യമാണ് ശ്രീലങ്ക. മക്മോഹൻ രേഖ ഇന്ത്യയെ വേർതിരിക്കുന്ന അയൽ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ചൈനയാണ് മക്മോഹൻ രേഖ വേർതിരിക്കുന്നത്. ഇനി ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പാക് കടലിടുക്ക് വേർതിരിക്കുന്ന അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്ക. മക്മോഹൻ രേഖ ഇന്ത്യയെ വേർതിരിക്കുന്നത് ചൈന. ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്ന് വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് രേഖയാണ്. ഇനി ഉള്ളതാണ് ഡ്യൂറന്റ് ആണ്. ഡ്യൂറന്റ് രേഖ വേർതിരിക്കുന്നത് ഏതിനെയൊക്കെയാണ്?
പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഇനി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും അധികം അന്തർദേശീയ അതിർത്തിയുള്ള സംസ്ഥാനം, അതായത് അന്തർദേശീയ അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? അത് പശ്ചിമ ബംഗാളാണ്. ഏറ്റവും അധികം അന്തർദേശീയ അതിർത്തിയുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാള്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള രേഖാംശം ഏതാണ്? ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള രേഖാംശം. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം മറക്കരുത്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിനുള്ള വ്യത്യാസം 5.5 മണിക്കൂർ മുന്നിലാണ്. 5.5 മണിക്കൂറാണ്, അത് മുന്നിലാണ് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശം യൂസ് ചെയ്തിട്ടാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം യൂസ് ചെയ്തിട്ടാണ്. ഇന്ത്യൻ പ്രാമാണിക സമയരേഖ, അതായത് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തോടു കൂടിയാണ്. ഓക്കെ, ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തു കൂടിയാണ്. ഇത്രയും നമ്മുടെ പാർട്ട് 1 ആണ്. അടുത്ത ഭാഗത്തിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ SCRT ഫിനിഷിംഗ് പോയിന്റിൽ ജോയിൻ ചെയ്യാത്തവർ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.